ഇത് ഡീഗ്രേഡഡ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എ മെഷീൻ യൂസ്ഡ് മാനുഫാക്ചറിങ് പ്രോസസ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ഫെയിലിയർ റേറ്റ് 0.01 പെർ ഡേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് കണ്ടീഷനിൽ നിന്ന് നല്ല കണ്ടീഷനിൽ നിന്ന് ഒറ്റയടിക്ക് ഫെയിൽ ആവാനുള്ള റേറ്റ് അത് λ1 = 0.01 ആണ്. ഡീഗ്രേഡ് റെഗുലർലി 0.05 പെർ ഡേ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റേറ്റിൽ നിന്ന് ഡീഗ്രേഡ് ആവാനുള്ള റേറ്റ് അതായത് λ2 = 0.05. അതുപോലെ ഡിഗ്രേഡ് ആയതിന് ശേഷം അത് ഫെയിൽ ആവാനുള്ളത് വൺസ് ഡിഗ്രേഡ് ഇറ്റ് ഫെയിൽസ് അറ്റ് റേറ്റ് ഓഫ് 0.07 എന്ന്. ഡിഗ്രേഡ് ആയത് കംപ്ലീറ്റ്ലി ഫെയിൽ ആവാൻ എടുക്കുന്ന സമയം 0.07 പെർ ഡേ ആണ്. അപ്പോൾ നമ്മൾ മാർക്കോവിയൻ ഡയഗ്രാം എപ്പോഴും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഈ ഫോർമുല പഠിച്ചു വെച്ചിട്ട് ഈ λ1 λ2 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി ആൻസർ തെറ്റിപ്പോവും. അപ്പം ഈ സ്റ്റേറ്റ് 1 ഏതാണ്? കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. സ്റ്റേറ്റ് 2 ഡിഗ്രേഡ് ആണ്. സ്റ്റേറ്റ് 3 എന്താണ്? ഫെയിലിയറാണ്. 1ൽ നിന്ന് 3 പോകുന്നതാണ് λ1, അല്ലാതെ 1ൽ നിന്ന് 2 പോകുന്നതല്ല λ1 എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ അത് തെറ്റിപ്പോയി. അത് ഈ മാർക്കോവിയൻ ഡയഗ്രാമത്തിന് മാത്രമല്ല, എല്ലാ മാർക്കോവിയൻ ഡയഗ്രാമിനും നമ്മൾ ഫോർമുല പഠിക്കുമ്പോൾ ഏത് പ്രോസസ്സാണ് λ1 λ2 എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ ഇവിടെ നമുക്ക് λ1 λ2 λ3 ഇതെല്ലാം കിട്ടി. ഫൈൻ റിലയബിലിറ്റി ഫോർ 1 ഡേ ആണ്. അതായത് നമുക്ക് ടി യു എത്രയാണ്? 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതും പെർ ഡേ ആണ്, ഇതും 1 ഡേ ആണ്. അപ്പോൾ അവിടെ യൂണിറ്റും നമുക്ക് പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? P1 + P2 അല്ലേ? അപ്പോൾ ഇതിൻ്റെ P1 കണ്ടുപിടിക്കുന്നു. P1 നമുക്ക് കിട്ടിയ ഫോർമുല എന്താ? e⁻ -λ1 + λ2 കിട്ടി. അതിൽ നമ്മൾ λ1ഉം λ2ഉം ടിയും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുന്നു. അതുപോലെ P2നും ചെയ്യുന്നു, അപ്പോഴും നമുക്കൊരു വാല്യൂ കിട്ടുന്നു. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.0465 ആണ്. അപ്പോൾ നമുക്ക് റിലയബിലിറ്റി എന്താ? P1 + P2 അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് ഇവിടെ തീർന്നു. പക്ഷേ ഒരു വ്യത്യാസമുള്ള ഈ ക്വസ്റ്റ്യനിൽ അവർ MTTF കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ MTTF നമുക്കറിയാം എന്താണ്? MTTF = 0 to R of t dt ആണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ R of t എന്താ? P1 + P2. അതായത് P1ൻ്റെ എക്സ്പ്രഷൻ ഇത്, P2ൻ്റെ എക്സ്പ്രഷൻ ഇത്. ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷൻ ആയിരിക്കും. അതായത് വേറെ ഒന്നുമില്ല, ഇത് പ്ലസ് ഇത്. ആ എക്സ്പ്രഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, 0 to ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് നമുക്ക് MTTFൻ്റെ ഫോർമുല. പക്ഷേ ഇത് കാണുമ്പോൾ പാടാണെന്ന് തോന്നുമെങ്കിൽ ഈ ലിമിറ്റ് 0 to ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് തന്നെ ഇല്ല, നമുക്ക് ഇത് ഒബ്സർവ് ചെയ്ത് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം ഏതാ വരുന്നത്? ഇതല്ലേ വരുന്നത്? R1 അല്ല P1. R ൽ P1 ആണ് വരുന്നത്. e⁻ -λ1 + λ2 × t. അപ്പോൾ ഈ λ1 + λ2 ഇല്ലേ, അതാദ്യം ഇങ്ങനെ എഴുതാം. 1/λ1 + λ2 എന്ന് വരും. കാരണം ഇവിടുത്തത് ഇതേപോലെ എഴുതി. ഇനി അടുത്ത ടേം ഏതാ? P1 കഴിഞ്ഞു, ഇനി P2 ആണുള്ളത്. അപ്പോൾ പ്ലസ് P2 വരുമ്പോൾ ഏതാ? P2ന് ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ഒരു λ2 ഇങ്ങനെ ഒരു സാധനം കിടക്കുന്നില്ല. അത് ഇൻ്റഗ്രേറ്റ് ചെയ്താലും അതൊരിടത്തും പോവില്ലല്ലോ. കാര്യം ഇതിൽ ടി ഇല്ലല്ലോ. ടി ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ടി ഇല്ല, അതുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് നമുക്കറിയാം. അത് ആലോചിച്ചിട്ട് പ്ലസ് ഇത് അതേപോലെ തന്നെ അവിടെ എഴുതുക. λ2/λ1 + λ2 - λ3 അതേപോലെ തന്നെ എഴുതിയിട്ട് ഇനി ഏതാ ഉള്ളത്? ബാക്കി ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഏതാ? e⁻ -λ3t അല്ലേ? അപ്പോൾ ഇവിടെ 1/λ3. ഇവിടെ ഏതാ? 1/λ1 + λ2 എന്ന് എഴുതിയില്ലേ? ഇങ്ങനെ e⁻ വന്നപ്പോൾ ഇങ്ങനെ എഴുതിയില്ല. അതുപോലെ തന്നെ ഇവിടെ e⁻ വന്നപ്പോൾ ഇവിടെ 1/λ3 എന്ന് എഴുതി. ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ഇട്ടു. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ പ്ലസ് ഇട്ടാണ് മൈനസ്. അതുപോലെ ഇവിടെ എന്താ? 1/λ1 + λ2 എന്ന് എഴുതിയില്ലേ? അതുപോലെ ഇവിടെ 1/λ1 + λ2 എന്ന് എഴുതാൻ പറ്റും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ MTTFൻ്റെ ആൻസറും കിട്ടും. ഇത് ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ, അതായത് ഡിഗ്രേഡഡ് സിസ്റ്റത്തിൽ മാത്രമല്ല നമുക്കിങ്ങനെ MTTF കണ്ടുപിടിക്കാൻ പറ്റുന്നത്. റിലയബിലിറ്റിയുടെ ഏത് എക്സ്പ്രഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഇതേ പാറ്റേൺ ഉപയോഗിച്ച് നമുക്ക് MTTFൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ e⁻ സംതിങ് വരുമ്പോൾ അത് 1/a ആയിട്ട് എഴുതുക. ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ടി ഇല്ലാത്ത ഏതെങ്കിലും ടേമൊക്കെ വരുന്നെങ്കിൽ അത് അതേപോലെ എഴുതുക. ഇവിടെ എന്താ? e⁻ വന്നുകൊണ്ട് അത് 1/a ആയിട്ട് എഴുതി. അങ്ങനെ തന്നെ നമുക്ക് MTTFൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും.